ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അലർജിയും തുമ്മലും എന്ന വിഷയമാണ് ഹലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ചിറയൻകീഴ ഗവൺമെന്റ് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ GS വിജയകൃഷ്ണനാണ്. അതുപോലെ തന്നെ IMA സംസ്ഥാന സമിതി അംഗവും KGMOA മുൻ സംസ്ഥാന പ്രസിഡന്റുമാണ് ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ അലർജിയും തുമ്മലും പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ. അപ്പോൾ ഈ അലർജി മൂലമുണ്ടാകുന്ന തുമ്മലിന് കാരണങ്ങൾ എന്താണ് ഇതിന് പരിഹാരം എന്ന് പറയുന്നത്? അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ അലർജി കൊണ്ടുണ്ടാകുന്ന തുമ്മൽ പോലുള്ള അവസ്ഥ ഒരുപാട് കാരണങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏറ്റവും ആദ്യമായിട്ടുള്ള പ്രശ്നം, നമ്മുടെ മൂക്ക് വഴി ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസവായുവിലുണ്ടാകുന്ന അലർജിക്ക് കാരണമാകുന്ന ചില വസ്തുക്കൾ, ആ വസ്തുക്കളാണ് ചില വ്യക്തികൾക്ക്, അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ള ചില വ്യക്തികൾക്ക് ഇത്തരത്തിലുള്ള അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ തുമ്മൽ പോലുള്ള അലർജി കൊണ്ടുള്ള തുമ്മൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി വരുന്നത്. ഇതിൻ്റെ കാരണങ്ങളെന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ വായുവിൽ കൂടിയുള്ള ചില വസ്തുക്കളാണ്. സാധാരണ എല്ലാ വ്യക്തികൾക്കും തുമ്മൽ ഉണ്ടാവാറുണ്ട്. ഒരുപാട് മൂക്കിനകത്ത് പൊടികളും മറ്റും കയറുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ തുമ്മൽ തുമ്മാറുണ്ട്. പക്ഷേ അലർജിക്ക് സാധ്യതയുള്ള വ്യക്തികളിൽ ചില അലർജി കാരണമാകുന്ന, ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പൂമ്പൊടി നമ്മുടെ മരങ്ങളിലും അല്ലെങ്കിൽ ചെടികളിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രാസ്, നമ്മുടെ ഉണ്ടാകുന്ന പൂമ്പൊടികൾ. രണ്ടാമത് വരുന്ന കാരണം നമ്മുടെ വീട്ടിലുള്ള ഡസ്റ്റ് മൈറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ പൊടികൾക്കിടയ്ക്ക് നഗ്നനേത്രകൊണ്ട് കാണാൻ സാധിക്കത്തില്ല ചെറിയ ഇതുപോലെ ജീവികളുണ്ട്, ഡസ്റ്റ് മൈറ്റുകൾ എന്നാണ് പറയുന്നത്. ആ മൈറ്റുകൾ കൊണ്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന രാസപദാർത്ഥങ്ങൾ തുടങ്ങിയ ഒരുപാട് അലർജിക്ക് കാരണമാക്കുന്ന വസ്തുക്കൾ മൂക്കിൽ പ്രവേശിക്കുകയും ആ പ്രവേശിക്കുന്ന സമയത്ത് മൂക്ക് അതിനെ അതികഠിനമായ രീതിയിൽ അലർജിക് റിയാക്ഷൻസ് അവിടെ ഡെവലപ്പ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റുള്ള രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ അലർജി ഉണ്ടാകുന്ന പദാർത്ഥങ്ങൾ മൂക്കിൽ ചെല്ലുമ്പോൾ മൂക്കിലെ കോശങ്ങളായിട്ട് അത് സംയോജിക്കുകയും അതിനകത്ത് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം റിലീസ് ചെയ്യുകയും അതിനുശേഷം നമുക്ക് തുമ്മലാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന തുമ്മലും. അതുപോലെ മൂക്കിനകത്തുള്ള മ്യൂക്കസ് മെമ്പറൈൻ എന്ന് പറഞ്ഞ മൂക്കിൻ്റെ ആവരണം അത് വീക്കമുണ്ടായി മൂക്കടപ്പ് വരികയും മൂക്കൊലിച്ച് വരികയും മൂക്കിൽ നല്ല ചൊറിച്ചിലുണ്ടാകുകയും അതുപോലെ തന്നെ നമ്മുടെ മൂക്കിൻ്റെ സറൗണ്ടിങ് ആയിട്ടുള്ള, ഇപ്പോൾ കണ്ണുനീർ പോകുന്ന ദ്രാവകം മൂക്കിനകത്തേക്ക് പോകാനും വേണ്ടിയുള്ള കുഴൽ മാതിരിയുള്ളൊരു ഡക്റ്റുണ്ട്. അപ്പോൾ അതുവഴി കണ്ണിൽ ചൊറിച്ചിലുണ്ടാകുകയും അതുപോലെ ചെവിക്കകത്ത് ചൊറിച്ചിലുണ്ടാകുകയും തൊണ്ടയ്ക്ക് ചൊറിച്ചിലുണ്ടാകുകയും ചെയ്യുന്ന വിവിധങ്ങളായിട്ടുള്ള മൂക്കുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം മൂക്കടപ്പും തുമ്മലും മൂക്ക് ചൊറിച്ചിലും ഉൾപ്പെടുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത്. ശരി ഡോക്ടർ, പലർക്കും പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ തുമ്മൽ അല്ലെങ്കിൽ ഈ മൂക്കൊലിപ്പ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുള്ളത്. എന്താണ് ഈ രോഗം എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എന്താണ് ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്? നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അലർജിക് റൈനൈറ്റിസ് ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അലർജി കൊണ്ടുണ്ടാകുന്ന മൂക്കിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മൂക്കിനകത്തുണ്ടാകുന്ന നീർവീർക്കത്തിനെയാണ് നമ്മൾ മലയാളീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലർജിക്ക് കാരണമാകുന്ന ഒരു വസ്തു മൂക്കിനകത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂമ്പൊടി ഉണ്ടാവാം, മൂക്കിനകത്തുള്ള പൂപ്പൽ അതിൻ്റെ അംശങ്ങൾ വരാം, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിനകത്തുള്ള നമ്മുടെ വളർത്തു മൃഗങ്ങളിൽ നിന്നുള്ള അവരുടെ കോശങ്ങളും അതുപോലെ ചെറിയ നാരുപോലുള്ള അവരുടെ രോമങ്ങൾ ഉൾപ്പെടെയുള്ള, അതുപോലെ ചില പാറ്റകൾ പോലുള്ള നമ്മുടെ വീട്ടിനകത്ത് കാണുന്ന ജീവികളുടെ വിസർജ്യ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ പൊടികളിലുണ്ടാകുന്ന ചെറിയ ചെറിയ മൈറ്റുകൾ പോലുള്ള സാധനങ്ങൾ മൂക്കിനകത്ത് പ്രവേശിക്കുമ്പോൾ അതിനെ നമ്മുടെ മൂക്കിലെ ദശകൾ ഒരു അന്യവസ്തുമായി കണ്ടെത്തുകയും അതിനെ അതികഠിനമായ രീതിയിലുള്ള അലർജിക് റിയാക്ഷൻസ് നമ്മൾ ഉണ്ടാകുകയും ആ ഉണ്ടായി വരുന്ന അലർജിക് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു പദാർത്ഥം റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തുമ്മൽ അല്ലെങ്കിൽ ഇത് വരുന്നത്. ഇത്തരം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ജന്മന തന്നെ ഇത്തരത്തിലുള്ള അലർജിക്ക് അവർക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും അതുണ്ടാവുന്നില്ല, പക്ഷേ ഏകദേശം ഒരു 20-30% ആൾക്കാർക്ക് ജന്മനാൽ തന്നെ അവർക്ക് അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഈ അലർജിക്ക് കാരണമാകുന്ന വസ്തുക്കൾ മുകളിലേക്ക് എത്തുമ്പോഴും അവർക്ക് അലർജിക് റൈനൈറ്റിസ് പറഞ്ഞ തുമ്മൽ ഉൾപ്പെടെ കാര്യങ്ങൾ വരുന്നു. ഇപ്പോൾ ചിലർക്ക് അത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മൊത്തം തുമ്മലായിരിക്കാം, ചിലർക്ക് തുമ്മൽ അത് കഠിനമായിട്ട് ഒരുപാട് സമയം നീണ്ടു നിന്ന് തുമ്മലായിരിക്കാം വരുന്നത്, രാവിലെ ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ വെച്ച് നമ്മൾ പോകുമ്പോഴത്തേക്ക് അവർക്ക് ചില സീസണിൽ ചിലപ്പം വരുന്നവരുണ്ട്. പ്രത്യേകിച്ച് പൂമ്പൊടിയൊക്കെ കൂടുതൽ സമയമുള്ള സമയങ്ങളിൽ, പൂമ്പൊടിയുള്ള സമയങ്ങളിൽ കൂടുതൽ തുമ്മൽ വരുന്ന സീസണിൽ മാത്രം വരുന്നവർക്കുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ തുമ്മലുണ്ടാവും.
പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം നമ്മുടെ സാധാരണ വരുന്ന വൈറസ് പനികൾ പോലുള്ള പനികളും അത്തരം പനികളിലും തുടക്കം നമുക്ക് ഇതുപോലെ തുമ്മലും മറ്റും മൂക്കൊലിപ്പൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുള്ളത് അവർക്ക് ആ പനി അല്ലെങ്കിൽ ജലദോഷം വരുന്ന സമയത്ത് മാത്രം പനിയോട് കൂടിയുള്ള തുമ്മലും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഈ അലർജി ഉള്ള ആൾക്കാർക്ക് ഇതല്ലാതെ തന്നെ നീണ്ടു നിൽക്കുന്ന 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും നമ്മുടെ മൂക്കിലുണ്ടാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടർ ഓരോ സീസണിൽ വരുന്ന തുമ്മലിനെ കുറിച്ചും അലർജിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് പ്രായഭേദമന്യേ ഒട്ടുമിക്ക പേർക്കും പ്രായഭേദമന്യേ വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെയാണ് ഇതിന് സാധ്യത കൂടുതലെന്ന് പറയുന്നത്? നമുക്ക് ആർക്കൊക്കെ സാധ്യത എന്നുള്ളതല്ല, നമുക്ക് സാധാരണഗതിയിൽ ഇതുണ്ടാകുന്നത് ജനിതകമായിട്ട് ചില വ്യക്തികൾക്ക് കുടുംബപരമായിട്ട്, ഉദാഹരണത്തിന് അച്ഛനോ അല്ലെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അല്ല അവരുടെ ഏതെങ്കിലും പിൻതലമുറക്കാർക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന പിന്തുണക്കാരായിട്ട് വരുന്നവർക്കാണ് ഇൻഹെറിറ്റഡായിട്ട് നമുക്ക് ജനിതകമായിട്ട് തന്നെ ഇത്തരം അലർജിക്ക് പ്രവണമായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് പ്രായഭേദമന്യേ എല്ലാവർക്കും വരാൻ സാധ്യതയുള്ള സാധനങ്ങൾ തന്നെയാണ്. കുട്ടികളും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. ഏത് പ്രായത്തിലും അവർക്ക് തുടക്കം തൊട്ട് തന്നെ ചിലർക്ക് ജന്മനാ തൊട്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായി ദീർഘകാലം നീണ്ടു നിന്ന് മുമ്പോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവർ ചില വ്യക്തികൾക്കാണ്, അതിനിപ്പം ഒരു ആണോ പെണ്ണോ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ എല്ലാ വ്യക്തികൾക്കും വരാൻ പോസിബിലിറ്റി ഉള്ള, പക്ഷേ അവർക്ക് ഈ പറഞ്ഞ എല്ലാ വ്യക്തികളിൽ നിന്നുള്ള എല്ലാ വ്യക്തികൾക്ക് അലർജി വരാൻ സാധ്യതയുള്ള വ്യക്തികൾക്കാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. ഡോക്ടർ, നമുക്ക് ഇതിനെ എങ്ങനെ തടയാം? അതായത് പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഈ തുമ്മലും അലർജിയും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇത്തരം പ്രശ്നങ്ങളുള്ളവർ പൊതുവേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇതിനകത്ത് നമുക്ക് ഇതിൻ്റെ വ്യക്തത നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ അലർജി മൂക്കിനകത്ത് ഉണ്ടാകുന്നത്. മൂക്കിൽ കൂടെ നമ്മുടെ ഉച്ഛ്വാസവായു അകത്തേക്ക് വരുമ്പം അതിൽ നിന്ന് വരുന്ന ഘടകങ്ങളാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ എങ്ങനെ തടയിടാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഏറ്റവും ആദ്യമായിട്ട് പ്രിവെൻഷൻ, വരാതിരിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ പൂമ്പൊടി പോലുള്ള കാര്യങ്ങൾ, അത് മരങ്ങളും അതുപോലെ തന്നെ മാവും പ്ലാവും അതുപോലെ തന്നെ മറ്റു മരങ്ങളും അതുപോലെ പുല്ലുകളും അതുപോലെ ചെടികളിലും ഒക്കെ ഉണ്ടാകുന്ന പൂമ്പൊടി നമുക്ക് ഉണ്ടാകുന്ന സീസണിലൊക്കെ പരമാവധി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാനും വേണ്ടി ജനലും വാതിലൊക്കെ അടച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ പൂമ്പൊടി ഒരു പരിധിവരെ നമ്മുടെ വീടിനകത്തുള്ള അന്തരീക്ഷ വായുവിൽ പൂമ്പൊടി കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. സെക്കൻഡറി കാര്യം നമ്മുടെ വീട്ടിനകത്തുള്ള കാര്യങ്ങളാണ്. വീട്ടിനകത്ത് പൊടികൾ ധാരാളം എല്ലാ വീട്ടുകളിലും ഉണ്ട്, അടിഞ്ഞുകൂടാറുണ്ട്, നമ്മൾ തൂക്കാറുണ്ട്. ഈ പൊടികളിലൊക്കെ പ്രത്യേകിച്ച് കട്ടിൽ അതുപോലെ തന്നെ നമ്മുടെ തലയണ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ പൊടികൾ വന്നിരിക്കുകയും അവിടെയെല്ലാം ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ നഗ്നനേരത്തുകൊണ്ട് കാണാൻ സാധിക്കാത്ത ചെറിയ ജീവികൾ, ഇത് പൊടികൾ മാത്രം ജീവിക്കുന്ന ജീവികളാണ്. അപ്പോൾ അവരും നമ്മുടെ വീടിനകത്ത് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വീട് വൃത്തിയാക്കുമ്പോൾ, ഈ അലർജി അസുഖങ്ങളുള്ള ആൾക്കാരുടെ വീട് വൃത്തിയാക്കുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചൂലുകൊണ്ട് ഈ ഡസ്റ്റിനെ തൂക്കുന്ന ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കണം. പകരമായി നമുക്ക് തൂക്കുമ്പോൾ ഈ പൊടികളെല്ലാം പറന്നു പോവുകയാണ്. ഫാൻ ഇടുമ്പോൾ അതെല്ലാം നമ്മുടെ കിടക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ കേന്ദ്രീകരിച്ച് വരികയും ചെയ്യും. അത് കൂടുതൽ നമുക്ക് മൂക്കിനകത്തേക്ക് പ്രവേശിച്ച് കൂടുതൽ അലർജി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വീടിനകം തൂക്കുന്നതിൽ ഒഴിവാക്കി നനഞ്ഞ തുണി കൊണ്ട് നല്ല രീതിയിൽ ഉണക്കി അത് ഉണക്കി വെക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഈ ഡെസ്മൈറ്റും പൊടികളും വീടിനകത്ത് പറന്ന് നടക്കാനുള്ള സാഹചര്യം, വീടിനകത്തുള്ള റൂമിനകത്തുള്ള അന്തരീക്ഷത്തിൽ ഇത്തരം വസ്തുക്കൾ വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് നമ്മുടെ പല്ലിയും പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അവരുടെ വിസർജ്യ വസ്തുക്കളും ഒക്കെ ഇതേപോലെ നമ്മൾ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുകയും അത്തരം പല്ലി പാറ്റ പോലുള്ള കാര്യങ്ങൾ വീട്ടിനകത്തുനിന്ന് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യം തന്നെയാണ്. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ നനവുള്ള സ്ഥലങ്ങളിൽ പൂപ്പൽ, മോൾഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പൂപ്പൽ പോലുള്ള സ്ഥലങ്ങളുണ്ട്. അതും ചിലർക്ക് അലർജി ഉണ്ടാക്കാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതും അതിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റുകയും അവിടെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കുകയും അങ്ങനെയുള്ള മോൾഡുകൾ നമ്മുടെ വീടിനകത്ത് ഉണ്ടായിരിക്കാനുള്ള കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം. ഇതൊക്കെ കൂടെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ ഒരുപാട് വായു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പുറത്ത് യാത്ര ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ചിലർക്ക് റോഡ് സൈഡിൽ കടകളുള്ളവരുണ്ടാവും, റോഡ് സൈഡിൽ വീടുകളുള്ളവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ റോഡ് സൈഡിലൊക്കെ നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യം ഉള്ളവർ, അലർജി പ്രശ്നം ഉള്ളവരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് പോലുള്ള കാര്യങ്ങൾ, തുണി മാസ്ക് ആയാലും ശരി, അത്തരം മാസ്കുകൾ ഉപയോഗിക്കുകയും ചില പ്രത്യേകതരം ജോലികൾ ചെയ്യുന്നവർക്ക് ഒരുപാട് പൊടിയും മറ്റു കാര്യങ്ങളുമൊക്കെ മൂക്കിനകത്തുകൂടി ഉള്ളിൽ ചെല്ലാനുള്ള പോസിബിലിറ്റി ഉള്ള ആൾക്കാർക്കും നമുക്ക് അവർ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള അതുപോലെ പൊടികളും പുകകളും അകത്ത് വരാൻ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെയാണ് നമുക്കിപ്പം പുകവലി കൊണ്ടുണ്ടാകുന്ന സ്മെല്ലും ആ സ്മോക്കും ഒക്കെ അലർജി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരക്കാർ പുകവലിയിൽ നിന്ന് ഒഴിവാക്കി നിൽക്കുകയും അതുപോലെ പുകവലിക്കാർ അടുക്ക പോയി ഇരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇത്തരക്കാർക്ക് അലർജി ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മാർഗ്ഗങ്ങൾ കൂടിയാണ്. ശരി ഡോക്ടർ, അതുപോലെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം മഴക്കാലമാണല്ലോ, അപ്പോൾ ഈ മഴക്കാലത്ത് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ഈ തുമ്മൽ അതുപോലെ അലർജി ഇതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം? നേരത്തെ പറഞ്ഞ മുൻകരുതലുകളൊക്കെ തന്നെയാണ് നമ്മൾ ഈ സമയത്തും എടുക്കേണ്ടത്. ഈ മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീടിനകത്തും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലൊക്കെ ഈ മോൾഡുകൾ, പൂപ്പൽ പോലുള്ള സാധനങ്ങൾ ഒരുപാട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പല സ്ഥലങ്ങളും
നനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരം കാര്യത്തിലും നമ്മൾ വീട്ടിനകത്തുള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൂപ്പലുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുകയും അവിടെ പെയിൻ്റ് അടിക്കാൻ പറ്റുമെങ്കിൽ പെയിൻ്റ് അടിച്ച് പൂപ്പൽ ഒഴിവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ട ഒരു അത്യാവശ്യം തന്നെയാണ്. ചില വ്യക്തികൾക്ക് ഈ ചില സീസണിൽ ചിലപ്പം തണുപ്പ് വരുന്ന സമയത്തും ഒക്കെ നമുക്ക് മൂക്കിനകത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ കുറച്ച് ദശകൾക്ക് വീക്കം ഉണ്ടായി ആ ദശകൾക്ക് വീക്കം ഉണ്ടായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ അലർജി പ്രശ്നങ്ങൾ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവർക്കും നേരത്തെ പറഞ്ഞ ഞാൻ പൊതുവേ പറഞ്ഞ മുൻകരുതലുകൾ തന്നെയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളത്. ചില പൊടിയുള്ള സാഹചര്യങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ലത് തന്നെയാണ്. പൊടിയെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ പോലും നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമ്മുടെ ഈ സാഹചര്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലാത്ത പലർക്കും ഇത് പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നവർക്കാണ് നമ്മൾ ഈ പ്രിവെൻഷൻ കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ട് അലർജിയെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കുകയും ചെയ്യുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, അനിതയാണ്. അനിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഹലോ അനിത, പറഞ്ഞോളൂ. സാറേ, ഇത് ഞാൻ വിളിക്കുന്ന ചാത്തന്നൂരിൽ നിന്നാണ്, കൊല്ലം ചാത്തന്നൂര്. ഓക്കെ സാറേ, ഞാനൊരു 19 വർഷം കൊണ്ട് മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു ബാക്ക് പെയിന് വേണ്ടിയേ. ഓക്കെ. അപ്പം കഴിച്ചുകൊണ്ടിരുന്നിട്ട് 23 വയസ്സിലെ കിഡ്നിക്ക് പ്രോബ്ലം വന്ന് അങ്ങനെ കുറെ മെഡിസിൻ ചെയ്തായിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പൊ ഒരു 1.5 വർഷത്തിനകത്ത് ഒരു ഫിക്സ് വന്നു. ഫിക്സ് വന്നപ്പോഴത്തേക്ക് നമ്മളിവിടെ കൊല്ലത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ മെഡിസിൻ ഒന്നും ഏക്കാന്നപ്പോ അവര് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഒരു 24 ടെസ്റ്റിന് വേണ്ടി കുറിച്ച് കയ്യില്, എന്നിട്ടൊരു 7 എണ്ണം ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ബോധം പോയി. ബോധം പോയിട്ട് പിന്നെ അങ്ങ് ICU കയറ്റി. അപ്പൊ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് ഈ ഒന്നും കഴിക്കാൻ പറ്റില്ല. മിക്ക ഫുഡ് കഴിച്ചാലും ദേഹം മൊത്തം ഇങ്ങനെ ചൊറിഞ്ഞിട്ട് പൊങ്ങി വരും. പിന്നെ ഇപ്പൊ ട്രീറ്റ്മെന്റ് നടക്കുന്നത് അനന്തപുരിയിലാണ്. അനന്തപുരി മാർത്താണ്ഡം ഡോക്ടറെയാണ് കാണിക്കുന്നത്. ഒരു മെഡിസിൻ ലിവിപ്പില്ല് ഒരു ഗുളികയാണ് കഴിക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്ത് വന്നാലും മെഡിസിൻ കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പം അത് നമ്മുടെ ടോപ്പിക് അല്ലെങ്കിൽ പോലും മരുന്നുമായിട്ട് ബന്ധപ്പെട്ട അലർജി അല്ലെങ്കിൽ ആഹാരപദാർത്ഥത്തിലെ അലർജിയെക്കുറിച്ചാണ് അനിത സംസാരിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്തരം ചില വ്യക്തികൾക്ക് ഒരുപാട് ആഹാരപദാർത്ഥങ്ങൾക്കും അതുപോലെ മരുന്നുകൾക്കും അലർജിയുള്ള വ്യക്തികളുണ്ട്. ഇവരെ നമ്മൾ കണ്ടെത്താനും വേണ്ടിയാണ് നമ്മൾ അലർജിക് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. അലർജിക് ടെസ്റ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജി വരാൻ സാധ്യതയുള്ള ഇത്തരം ചെറിയ മരുന്നുകളായാലും ശരി അല്ലെങ്കിൽ ആഹാരപദാർത്ഥങ്ങളായാലും ശരി അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ തുമ്മലുമായിട്ട് ബന്ധപ്പെട്ട അലർജൻസിനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന രീതികളുണ്ട്. അത് കയ്യിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ റിയാക്ഷൻ അനുസരിച്ച് ഇന്ന സാധനങ്ങൾക്ക് നമുക്ക് അലർജി ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അലർജി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടിയാണ് നമ്മൾ കണ്ടെത്തി അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രമേ അനിതയെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് മരുന്നായാലും ശരി ആഹാരപദാർത്ഥങ്ങളായാലും ശരി കണ്ടെത്തിയ സാധനങ്ങൾ ഒന്നിൽ ടെസ്റ്റുകൾ വഴി കണ്ടെത്തിയതോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഴിച്ച് അലർജി വന്ന് നമ്മൾ നേരിട്ട് കണ്ടെത്തിയ വസ്തുക്കളൊക്കെ ഒഴിവാക്കി പോകാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. വളരെ സൂക്ഷിച്ച് മാത്രം മരുന്നുകൾ ഉപയോഗിക്കേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഈ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും കൃത്യമായി ഏത് ഡോക്ടറെ കണ്ടാലും അത് കാണിച്ചുകൊണ്ട് അങ്ങനെയുള്ള മരുന്നുകൾ മാത്രമേ കഴിക്കുകയുള്ളൂ. ആഹാരപദാർത്ഥങ്ങൾ തന്നെയും പ്രത്യേകിച്ചൊരു ആഹാരം പുതുതായിട്ട് കഴിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, അലർജി വരാൻ സാധ്യതയുള്ളതാണ്. അതിനെ മാറ്റിയെടുക്കാൻ സാധ്യത വളരെ കുറവാണ്. നമുക്ക് വേറെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ തെറാപ്പികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരുപാട് സമയം പിടിക്കുന്ന ഇത്തരം അലർജൻസിനെ ചെറിയ തോതിൽ കുത്തിവെച്ച് നമുക്കുള്ള അലർജി സ്വഭാവം മാറ്റിയെടുക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് മരുന്നുകൾക്കും മറ്റ് ആഹാരപദാർത്ഥങ്ങൾ അലർജിയുള്ള സ്ഥിതിക്ക് ഇതിനെല്ലാം കൂടെ ചേർത്ത് നമുക്കത് മാറ്റിയെടുക്കാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പം വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകാൻ മാത്രമേ അനിതയുടെ കാര്യത്തിൽ സാധിക്കുകയുള്ളൂ. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷക കൂടി നമ്മളോട് ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്നും വിമലയാണ്. വിമല, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ ഒരു 5 കൊല്ലത്തിന് മുമ്പ് എനിക്കിങ്ങനെ ഈ ഇൻസുലിൻ എന്നിട്ടുള്ള ഒരു രോഗം വന്നിട്ടുണ്ടായിരുന്നേ, അലർജി. പറഞ്ഞോളൂ. അപ്പൊ ഞാൻ ഇംഗ്ലീഷ് മരുന്നാണ് എടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റി പിന്നെ ഇപ്പൊ ഹോമിയോപ്പതിയിലോട്ട് പോയി. പക്ഷെ അത് കഴിച്ചിട്ടൊന്നും ഇപ്പൊ മാറ്റമില്ല. അപ്പം പൊടി അങ്ങനെയുള്ള ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തുമ്മലും മൂക്കിന്നൊരു വല്ലാത്തൊരു വെള്ളം പോലെ ഇങ്ങനെ വരുവാണ്. അപ്പൊ ഈ ഹോമിയോ നിർത്തിയിട്ട് വീണ്ടും ഇംഗ്ലീഷ് മരുന്നിലോട്ട് പോയാൽ കുഴപ്പമുണ്ടോ? ഇതിപ്പം നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന യഥാർത്ഥമായിട്ടുള്ള അലർജിക് റൈനൈറ്റിസ് തന്നെയാണ് മിസസ് സുനിതയ്ക്കുള്ളത്. അതിനകത്ത് നമുക്കറിയാം ഈ അലർജി പോലുള്ള അസുഖങ്ങൾ നമ്മൾ സാധാരണ പനി, ജലദോഷം, മറ്റ് അസുഖങ്ങളൊക്കെ വരുമ്പോൾ നിശ്ചിത ദിവസം മരുന്ന് കഴിച്ച് മാറ്റിയെടുക്കുകയാണ് സാധാരണ എല്ലാ അസുഖങ്ങൾക്കും ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഈ അലർജിക് റൈനൈറ്റിസ് അല്ലെങ്കിൽ ഈ മൂക്കിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് മാറ്റിയെടുപ്പല്ല നമ്മൾ ചെയ്യുന്നത്.
കാര്യം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ അന്തരീക്ഷത്തിലും അന്തരീക്ഷവായുവിലും എല്ലായ്പ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതകാലം മൊത്തം നമുക്ക് അലർജി വരാനുള്ള ടെൻഡൻസി ഉള്ള ആളാണ്. അപ്പോൾ നമ്മൾ 2 ദിവസം ഗുളിക കഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ 3-ാമത്തെ 4-ാമത്തെ ദിവസം നമുക്ക് അലർജി വരാനുള്ള പോസിബിലിറ്റി വീണ്ടും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഈസിനോഫിലിയ എന്ന് പറഞ്ഞു, ഇപ്പോൾ അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ അലർജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണോ എന്ന് വ്യക്തമാക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ, അങ്ങനെ ഒരു കൗണ്ട് കൂടുതലാണെങ്കിൽ വ്യക്തമായിട്ട് തന്നെ അലർജി കൊണ്ടുള്ള പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അലർജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അലർജി ഒഴിവാക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുക. മരുന്നുകൾക്ക് പകരമായിട്ട് നമ്മൾ മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മരുന്നുകളുടെ കാര്യം നമ്മൾ ജീവിതകാലം മൊത്തം ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള വരാൻ സാധ്യതയുള്ള സൈഡ് എഫക്റ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഈ അലർജിയോട് ബന്ധപ്പെട്ട മൂക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം നമുക്ക് അലർജി ഉണ്ടാകുന്ന സ്ഥലത്തേക്ക് നമുക്ക് മരുന്നിനെ നേരിട്ട് കൊടുക്കാൻ സാധിക്കുന്ന മാത്രമല്ല, അത് ശരീരത്തിലേക്ക് കടന്ന് മറ്റുള്ള ഒരുപാട് നാൾ ഉപയോഗിക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ENT ഡോക്ടറെ കാണിച്ചുകൊണ്ട് ഗുളികളും അതുപോലെ തന്നെ ഗുളിക കൊണ്ട് നിൽക്കുന്നില്ലെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്, അത് നമ്മൾ ഗ്രേഡഡ് ആയിട്ടാണ്, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന അളവിലും അല്ലെങ്കിൽ ഡോസിലും ആയിരിക്കത്തില്ല, അത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ഒരു ജീവിതകാലം മൊത്തം നമുക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് മാറിയെങ്കിൽ മാത്രമേ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിനകത്തുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ പരമാവധി അലർജി ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്കത് സൂക്ഷ്മയോടെ കണ്ടെത്തി മുമ്പോട്ട് പോകുന്നതോടൊപ്പം തന്നെ അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു ENT ഡോക്ടറെ കണ്ടുകൊണ്ട് ഗുളിക അല്ലെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ആ ഡോക്ടർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് കൃത്യമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്നും അലർജിക്ക് ഈ തുമ്മൽ, മൂക്കൊലിപ്പ് പോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാറി മുമ്പോട്ട് ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടറെ, അലർജിയും തുമ്മലും എന്ന് പറയുന്ന രോഗം തന്നെയാണല്ലോ. ഈ രോഗം നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചിട്ട് ഭേദമാക്കാനാകുമോ? അല്ലെങ്കിൽ എത്രത്തോളം നിയന്ത്രിച്ച് നമുക്ക് ഈ രോഗത്തെ നിർത്താൻ സാധിക്കും? നമുക്കിത്തരം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഒരു അലർജൻ നമ്മുടെ മൂക്കിനകത്ത് കയറുകയും ഒരു അലർജിക് റിയാക്ഷൻ മൂക്കിനകത്ത് സ്റ്റാർട്ട് ചെയ്യുകയും തുമ്മലും മൂക്കടപ്പും പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മൂക്കിനകത്ത് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞൊരു രാസപദാർത്ഥം ഉണ്ടായിട്ടാണ് നമ്മൾ ഈ തുമ്മലും മറ്റ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ആൻറ്റി ഹിസ്റ്റമിൻ പോലുള്ള ടാബ്ലറ്റുകൾ, അതുപോലെ നമുക്ക് കോമൺലി നമുക്കെല്ലാം അറിയാം സെട്രിസിൻ, ലിവോസെട്രിസിൻ, ലോററ്റാഡിൻ പോലെയുള്ള ആൻറ്റി ഹിസ്റ്റമിൻ റിലീസ് കുറയ്ക്കുന്ന ഗുളികൾ കഴിച്ചു കഴിഞ്ഞാൽ ഈവൻ ഈ അലർജൻ നമ്മുടെ മൂക്കിനകത്തൊക്കെ കയറി ഒരു അലർജിക് റിയാക്ഷൻ വന്നെങ്കിൽ പോലും മറ്റുള്ള ലക്ഷണങ്ങളായിട്ടുള്ള തുമ്മലും മൂക്കടപ്പും മറ്റു പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. ചില വ്യക്തികൾക്ക്, ചില സീസണിൽ മാത്രം വരുന്ന വ്യക്തികൾക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഗുളികൾ കൊടുത്തുകൊണ്ട്, ഇതുപോലെ തന്നെ നമുക്ക് മാസ്റ്റർ സെൽ എന്ന് പറഞ്ഞൊരു സെല്ലാണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി മോണ്ടിലൂക്കാസ് പോലുള്ള ഗുളികൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഇത്തരം ഗുളികൾ കൊടുത്തുകൊണ്ട് നമുക്ക് ചിലർക്ക് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. പക്ഷേ ചില വ്യക്തികളെ സംബന്ധിച്ച് ഗുളികൾ എത്ര കൊടുത്താൽ പോലും ഗുളികൾ നിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇത്തരത്തിൽ അലർജിയുള്ള നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പം വീണ്ടും തുമ്മലും മൂക്കടപ്പും വരുന്ന സാഹചര്യമുണ്ട്. ഇത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഈ മരുന്നിൻ്റെ ഉള്ളിൽ കൊടുത്ത് വയറിൽ പോയി ദഹിച്ച് ശരീരം മൊത്തം പോകുന്ന മരുന്നിന് പകരമായിട്ട് മൂക്കിലേക്ക് മാത്രം ഈ അലർജി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്റ്റീറോയിഡ് വിഭാഗത്തിൽപ്പെടുന്ന മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് അധികരിച്ച അലർജി വരുന്നവർക്ക് ഈ സ്റ്റീറോയിഡിൻ്റെ കൂടെ തന്നെ ലോക്കലായിട്ട് ആക്ട് ചെയ്യുന്ന ആൻറ്റി ഹിസ്റ്റമിൻ, നേരത്തെ പറഞ്ഞ ഹിസ്റ്റമിൻ റിലീസ് കുറയ്ക്കുന്ന ആൻറ്റി ഹിസ്റ്റമിൻ ഉള്ള സ്പ്രേ കൂടി ചേർത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പം നടത്തി വരുന്നുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് ഡോക്ടറെ സമീപിച്ചുകൊണ്ട് നമ്മുടെ അലർജിയുടെ ഗ്രേഡ് അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അലർജിയുടെ നമ്മുടെ സീരിയസ്നെസ് അനുസരിച്ചുകൊണ്ട് ഈ ഗുളികളും തുടർന്നുള്ള സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ കൃത്യമായി ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ 100% ഉറപ്പായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഒരുമാതിരി സെറ്റിൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ ഒന്ന് ഇടപെടുകയാണ്. ഒരു പ്രേക്ഷക നമ്മളോട് ചേരുന്നുണ്ട്. കൊല്ലത്ത് നിന്ന് മോളിയാണ്. മോളി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കൊല്ലത്തു നിന്നാണ്. മോളിയാണ്. പറഞ്ഞോളൂ. എന്റെ മോൾക്ക് 18 വയസ്സുണ്ട്. മോക്ക് എന്നും രാവിലെ എണീക്കുമ്പോഴും തുമ്മല്, എപ്പോഴും തുമ്മല, രാത്രി ആകുമ്പോഴും തുമ്മല്, തുമ്മി കണ്ണെല്ലാം അങ്ങ് ചുമക്കും. 18 വയസ്സുണ്ട് മോക്ക്. അപ്പൊ എന്തിന്റെ അലർജിയാണോന്നും അറിയത്തില്ല, എപ്പോഴും തുമ്മലാണ്. ഇത് ഇപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന അതേ സംഭവങ്ങൾ തന്നെയാണ് മോക്ക്. അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ്. മോളെ സംബന്ധിച്ചിടത്തോളം രാവിലെയും രാത്രിയിലും ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് തരം തുമ്മലും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിൻ്റെ അലർജിയാണെന്ന് കണ്ടെത്താനും വേണ്ടിയുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങൾ, വീട്ടിനകത്തുള്ള സാഹചര്യങ്ങൾ പരമാവധി മോടെ റൂമുകൾ തൂക്കാതെയും പൊടിയൊക്കെ തുടച്ച് കളഞ്ഞും, ഫാനിലുള്ള പൊടികൾ തുടച്ച് കളഞ്ഞും, അതുപോലെ വീട്ടിൽ വളർത്തുമൃഗങ്ങളുണ്ടെങ്കിൽ അവരെ വീടിന് പുറത്താക്കി അവരെ സംരക്ഷിക്കുന്ന രീതിയിൽ കൊണ്ടുവരുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ട്
നമ്മൾ വീട്ടിനകത്തുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ നോക്കണം. അതുപോലെ മോളെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുന്ന പൊടിയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണെങ്കിൽ മാസ്ക് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൂടെ ചെയ്താൽ നല്ലതായിരിക്കും. കഴുകുന്ന തുണി മാസ്ക് ആയാലും പ്രശ്നം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നടന്നില്ലെങ്കിൽ നമുക്ക് അലർജിക്ക് വേണ്ടിയുള്ള ചികിത്സകൾ നമുക്ക് കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അത് ഡോക്ടറെ സമീപിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നാളത്തേക്ക് ഗുളികളും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അത് നടന്നില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നേരത്തെ മൂക്കിലുണ്ടാകുന്ന ചൊറിച്ചിലും തുമ്മലും മൂക്കടപ്പും കൂടെ തന്നെ നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ചൊറിച്ചിൽ, കണ്ണിൽ ചുവപ്പ് വരിക, കണ്ണിൽ തടിപ്പ് വരിക, ചെവിയിൽ ചൊറിച്ചിൽ വരിക, തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ, ഇതെല്ലാം നമ്മുടെ ഈ പറഞ്ഞ അലർജിക് റൈനൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട മൂക്കിലുണ്ടാകുന്ന അലർജിക് റിയാക്ഷൻ്റെ മറ്റുള്ള ലക്ഷണങ്ങളാണ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ കണ്ണ് ചൊറിച്ചിൽ അല്ലെങ്കിൽ കണ്ണ് ചൊറിഞ്ഞ് നമ്മൾ കണ്ണ് ചുമന്ന് വരും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ ഗുളികൾ കൊണ്ടും അതുപോലെ മൂക്കിലടിക്കുന്ന സ്പ്രേ കൊണ്ടും നമുക്ക് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കും. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു മാസം ഗുളിക കഴിച്ചു അല്ലെങ്കിൽ ഒരു മാസം സ്പ്രേ അടിച്ചു അതുകൊണ്ട് ജീവിതകാലം മൊത്തം നമ്മുടെ അലർജി ഇല്ലാതാകും എന്നൊരു തെറ്റിദ്ധാരണ ഒരിക്കലും ഉണ്ടാവരുത്. അത് കൃത്യമായി തന്നെ ഈ മരുന്നുകൾ ഡോക്ടർ ഉപദേശപ്രകാരം അതിൻ്റെ രീതിയിൽ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം നമുക്കിതിനെ പ്രതിരോധിച്ചുകൊണ്ട് മോടെ ലക്ഷണങ്ങൾ മാറ്റിക്കൊണ്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ രോഗം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാനാകുമോ എന്നാണ്. ഡോക്ടറിനെ തുടരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് 100% ഉറപ്പായിട്ട് ഇതിനെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഇതൊരു ജനിതകമായിട്ടാണ് നമ്മുടെ ഇത്തരത്തിലുള്ള അധികരിച്ചുള്ള അലർജിക് റിയാക്ഷൻസ് മൂക്കിൽ ഇത്തരം വസ്തുക്കൾക്കെതിരെ വരാൻ നമുക്ക് പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അവിടെ ചികിത്സിച്ച് ഭേദമാക്കാൻ 2-3 പ്രശ്നങ്ങളുള്ള ഒന്ന്, ഏത് വസ്തുവിനാണ് ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് അലർജി ഉണ്ടെന്നുള്ള കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. വേണമെങ്കിൽ അത്തരം ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് അത് കണ്ടെത്തുകയും അവർക്ക് വേണമെങ്കിൽ നമുക്ക് ഇത്തരം അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുടെ ചെറിയൊരു അലർജിക് ഷോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ശതമാനം വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ചെറിയ നിശ്ചിത ഇടവേളകൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അവർക്ക് ഇത്തരം വസ്തുക്കൾക്കുള്ള അധികരിച്ചുള്ള അലർജി റിയാക്ഷൻ കുറയ്ക്കാനുള്ള സാധ്യതകളും നമുക്കുണ്ട്. പക്ഷേ അതും ഒരു ലൈഫ് ലോങ് അല്ലെങ്കിൽ ഒരുപാട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. അലർജി കണ്ടെത്തണം, അലർജനായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ ശരീരത്തിനുള്ള ആ പ്രതിപ്രവർത്തനം കുറച്ച് കൊണ്ടുവരാനും വേണ്ടിയുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുപാട് നാൾ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയോട് കൂടി മാത്രമേ നമുക്ക് അലർജി ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യവും നമ്മുടെ ജോലി സാധ്യതയും നമ്മുടെ പുറത്തൊരു അന്തരീക്ഷത്തിലുള്ള എല്ലാവിധ അന്തരീക്ഷ മലിനീകരണം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് അലർജി കൺട്രോൾ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങൾ. അതിന് വളരെ സ്ട്രക്ചേർഡായിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാവരുത്. ഗുളികളോ മറ്റ് മരുന്നുകളോ കഴിക്കുമ്പോഴുള്ള മറ്റ് സൈഡ് എഫക്റ്റുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവരുത്. അപ്പോൾ അത് ഉണ്ടാകത്തക്ക രീതിയിൽ ഉള്ള മരുന്നുകളും ആ മരുന്നുകൾ കൊടുക്കേണ്ട ഡെലിവറി സിസ്റ്റം, അതായത് മൂക്കിനകത്തേക്ക് മാത്രം സ്പ്രേ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ടൊന്നും നിൽക്കാത്ത ആൾക്കാർക്കാണ് നമുക്ക് ഈ പറഞ്ഞ അലർജി ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിന് അലർജി എന്ന് കണ്ടെത്തി ആ പർട്ടിക്കുലർ അലർജി ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത അലർജിയാണെങ്കിൽ അതിനെ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞ് ചെറിയ അളവിൽ അലർജിനെ കുത്തിവെച്ചുകൊണ്ട് അതിനെ നമുക്ക് ഒഴിവാക്കി കൊണ്ടുള്ള സാഹചര്യം. ഈ 2 മാർഗ്ഗങ്ങളാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഏറ്റവും പ്രധാനം കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. ശ്രീകുട്ടി, തിരുവനന്തപുരത്ത് നിന്ന് ശ്രീകുട്ടിയാണ് ചേരുന്നത്. ശ്രീകുട്ടി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ശ്രീകുട്ടി, സംസാരിച്ചോളൂ. കുഞ്ഞിന് വേണ്ടിയിട്ടാണ്, 4 വയസ്സായേ. സാർ, കുഞ്ഞിന് അവന് കണ്ടിന്യൂസ് ആയിട്ട് തുമ്മലാണ്. അപ്പോൾ ടിവിയുടെ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കൂ. പൊടിയായിട്ടോ അങ്ങനെ ഒന്നും ഇല്ല. അവൻ കിടക്കുന്നതും എല്ലാം ഞങ്ങൾ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ തുമ്മൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കും. പിന്നെ അത് കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് കുഴപ്പമില്ല. അത് കഴിയുമ്പോൾ പിന്നെയും അവനിങ്ങനെ വരുന്നു. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള അലർജി തന്നെയാണ് ഇപ്പോൾ മോക്കുണ്ടാകുന്നത്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ 1-2 കാര്യങ്ങളൂടെ അഡീഷണലായിട്ട് ചിന്തിക്കേണ്ടതുണ്ട്. കാര്യം ഈ സ്ഥിരമായിട്ടുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, അത് നമുക്ക് എല്ലാ വ്യക്തികൾക്കും ഈ മൂക്കടപ്പ് വരുമ്പോഴത്തേക്കും നമ്മുടെ മൂക്കിലുള്ള സൈനസിൻ്റെ ഓപ്പണിംഗ് ഒക്കെ ബ്ലോക്കായി സ്ഥിരമായിട്ട് സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൂക്കിനകത്ത് രോഗാണുബാധ ഉണ്ടാകാനുള്ള പോസിബിലിറ്റി നമ്മൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്ക് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയുള്ള മൂക്കിന് പുറകിൽ അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥി, അതിന് ചിലപ്പോൾ വീക്കം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അലർജി കൊണ്ടും സ്ഥിരമായിട്ട് ജലദോഷം വരികയും രോഗാണുക്കൾ വരികയും ചെയ്യുമ്പോഴത്തേക്ക് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കവും വരാൻ പോസിബിലിറ്റി ഉണ്ട്. ഈ 2 പ്രശ്നങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ കൂടുതലും മൂക്കടപ്പ് ഉണ്ടാകുകയും അത് വീണ്ടും നമുക്ക്
സ്ഥിരമായിട്ടുള്ള മൂക്കിനകത്തുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുട്ടികൾ കണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ എത്രയും പെട്ടെന്ന് തന്നെ ഈ അലർജി സംഭവങ്ങൾ കൃത്യമായി ENT ഡോക്ടറെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ടുന്ന പ്രതിവിധി കുട്ടികൾക്കും നമ്മൾ മൂക്കിലടിക്കുന്ന സ്പ്രേ രൂപത്തിലുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അത് ഈ അലർജി പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ വീക്കവും കൂടി കുറയ്ക്കാൻ നമുക്കിപ്പോൾ എല്ലാ അഡിനോയിഡ് വീക്കങ്ങളും നമ്മളിപ്പോൾ ഓപ്പറേഷൻ ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള മൂക്കൽ വഴി നമുക്ക് സ്പ്രേ രൂപത്തിൽ കൊടുക്കാനുള്ള മരുന്നുകൾ വഴി തന്നെ ഈ അലർജി, തുമ്മൽ, മൂക്കൊലിപ്പ് പോലുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ കൊച്ചുകുട്ടികൾക്ക് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം ഉണ്ടെങ്കിൽ പോലും അതിനെയും നമുക്ക് ഈ മൂക്കിലടിക്കുന്ന സ്പ്രേ വഴി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കുക, നമുക്ക് കൺട്രോൾ ചെയ്ത് പോകുന്ന കാര്യങ്ങളേ ഉള്ളൂ. കുട്ടിയാണെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യങ്ങളില്ല. വളരെ കൃത്യമായി കൺട്രോൾ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കുട്ടികൾക്കുണ്ടാകുന്ന ഈ മൂക്കൊലിപ്പും അതുപോലെ തന്നെ തുമ്മലും വന്നതിന് ശേഷമുള്ള മൂക്കടപ്പും അതുപോലെ സെക്കൻഡറി ആയിട്ടുള്ള രോഗാണുബാധയൊക്കെ കുറച്ച് സ്ഥിരമായിട്ട് അസുഖം വരുന്ന ടെൻഡൻസി കുറച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. ഡോക്ടർ തരുന്ന മരുന്ന് അല്ലെങ്കിൽ സ്പ്രേ രൂപത്തിലുള്ള മരുന്ന് കൃത്യമായിട്ട് ഉപയോഗിക്കുക. ഉപദേശം തേടി തന്നെ ഡോക്ടർ പറയുന്ന കാലയളവിലേക്ക് ആ മരുന്ന് ഉപയോഗിച്ച് പോകുന്നുണ്ടെങ്കിൽ കൃത്യമായി കൺട്രോൾ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യും. ശരി ഡോക്ടർ, പ്രേക്ഷകയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. അലർജിയും തുമ്മലും എന്ന വിഷയമാണ് ഹെലോ ഡോക്ടറിലൂടെ ഇന്ന് നമ്മൾ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ചിറയൻകീഴ ഗവൺമെന്റ് താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആശുപത്രിയിലെ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ GS വിജയകൃഷ്ണനാണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹെലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.